മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ബി.ജെ.പി. സംഘടിപ്പിച്ച മെഗാ അദാലത്ത് വലിയ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിച്ച അദാലത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ആവശ്യങ്ങളും പരാതികളും ഉന്നയിച്ച് എത്തിയിരുന്നു. സംഘാടകർ പറയുന്നതനുസരിച്ച് ഏകദേശം 3000-ഓളം പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. എന്നാൽ ഈ അദാലത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ സംഭവം ഒരു പരാതിക്കാരന്റെ സാന്നിധ്യമായിരുന്നു. കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ ഷാജി വി.ജി. ആയിരുന്നു ആ വ്യക്തി. കോൺഗ്രസ് നേതാവിന്റെ സഹോദരൻ ബി.ജെ.പി. വേദിയിലെത്തി പരാതി നൽകിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. ഉളിക്കല്ലിൽ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷാജി തന്റെ ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായാണ് അദാലത്തിൽ എത്തിയത്. ആവശ്യമെങ്കിൽ ബി.ജെ.പിയിൽ ചേരാനും താൻ തയ്യാറാണെന്ന് ഷാജി പ്രതികരിച്ചു. സണ്ണി ജോസഫിന്റെ സഹോദരൻ എന്നത് പ്രശ്നമല്ല എന്നാണ് ഷാജിയുടെ പ്രതികരണം. കെ കരുണാകരന്റെ മകളും എ.കെ. ആന്റണിയുടെ മകനും ബി.ജെ.പിയിൽ ചേർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിൽ യു.പി.എയും കേരളത്തിൽ ഉമ്മൻചാണ്ടിയും ഭരിച്ചിരുന്ന സമയത്താണ് തന്റെ ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കിയതെന്നും അന്ന് സണ്ണി ജോസഫ് എം.എൽ.എ. ആയിരുന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെന്നും ഷാജി ആരോപിക്കുന്നു. അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. യു.പി.എ. ഗവൺമെന്റ് കേന്ദ്രത്തിലും മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കേന്ദ്രത്തിലും കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം എം.എൽ.എ. ആയിരിക്കുമ്പോഴാണ് എൻ്റെ ഏജൻസി റദ്ദ് ചെയ്തത്. ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴിവിട്ട ഒന്നുമല്ല, ന്യായമായ എൻ്റെ ആവശ്യം അധികാരികളുടെ മുമ്പിൽ വേണ്ട തരത്തിൽ ഉന്നയിച്ച് അത് തിരിച്ചു നേടിത്തരാൻ പുള്ളിക്ക് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഇപ്പോഴും അത്തരം കാര്യങ്ങളിൽ പുള്ളി ഇടപെടാറില്ല, ഞാൻ മുൻപ് ചോദിക്കാറുമില്ല. വഴിവിട്ട സഹായമൊന്നും താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇത്തരം കാര്യങ്ങളിൽ സണ്ണി ജോസഫ് ഇടപെടാറില്ലെന്നും ഷാജി പറയുന്നു. 2007 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനവും 2011 പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും താൻ രാജിവെച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. റജിമോൻ എൻ്റെ അയൽവാസി, നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമാണ്. അപ്പം രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കെ.സി. രാഷ്ട്രീയത്തിലൂടെ 75 വന്നതാണ്. 2007 കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് 2011 പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ബി.ജെ.പി. നടത്തുന്നതിനെ കുറിച്ച് ചില ആലോചനകൾ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഞാനിവിടെ അദാലത്തിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇല്ല, സണ്ണി ജോസഫിന്റെ അനുജനം എന്നുള്ള പ്രശ്നമല്ല. ഇപ്പൊ കെ കരുണാകരന്റെ മകളും എ.കെ. ആന്റണിയുടെ മകനും ഒക്കെ ബി.ജെ.പി. ചേർന്നു. അങ്ങനെ രാഷ്ട്രീയം മാറുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഇന്നലെ ഉള്ള പി.കെ. ശശി നാളെ കോൺഗ്രസിലേക്ക് വരികയായിരിക്കും. പിന്നെ നൈഷ പൂറ്റി വന്നു, ടി.വി. തോമസ് CPM-ലേക്ക് പോയി. അത് മകളെ അനുജനം എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വിഷയമല്ല. എല്ലാവരും ഇൻഡിവിജ്വൽ വ്യക്തികളാണ്, അത് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ LPG ഡിസ്ട്രിബ്യൂട്ടറാണ്. എൻ്റെ വൈഫ് മാനേജിംഗ് പാർട്ണറായിട്ടൊരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഉണ്ട്. മണിക്കടവ്, ഉളിക്കൽ പഞ്ചായത്തിൽ മണിക്കടവിലാണത്. 2010 അപേക്ഷ കൊടുത്ത് 2012 എനിക്ക് പാസ്സായതാണ്. ലോട്ട് വഴി ആണ് കിട്ടിയത്. 2013 എല്ലാ പേപ്പറുകളും ശരിയാക്കി, 2 പ്ലോട്ട് വാങ്ങി പേപ്പറുകളെല്ലാം ശരിയാക്കി ഞാൻ പണി തുടങ്ങിയപ്പോൾ അകാരണമായിട്ട് IOC ഉദ്യോഗസ്ഥന്മാർ ചില ദുഷ്സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഏജൻസി റദ്ദ് ചെയ്തു. ടൈംലി കംപ്ലീറ്റ് ചെയ്തില്ല, സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ല എന്നാണ്. അപ്പൊ ഒരു സർക്കാർ പദ്ധതികളും സ്വകാര്യ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാറില്ല. അത് വളരെ നിസ്സാരകരമായ കാരണം പറഞ്ഞാണ് എന്റെ ഏജൻസി റദ്ദ് ചെയ്ത്, എനിക്ക് തന്ന ഏജൻസി റദ്ദ് ചെയ്ത്. അപ്പോഴേക്ക് ഞാൻ ബാങ്ക് ലോൺ എടുത്ത് വളരെയേറെ പണം ചെലവഴിച്ചിരുന്നു. ഞാനിപ്പോ തിരിച്ചടവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്റെ പേപ്പറുകളെല്ലാം ഞാനിവിടെ അദാലത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഏരിയ ഓഫീസിനെ സംസ്ഥാന ഓഫീസിനെ സമീപിച്ചെങ്കിലും എനിക്ക് റിലീഫ് കിട്ടിയില്ല. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് അപ്പീൽ ഫയൽ ചെയ്ത് കോടതി എന്നെ കേൾക്കണം, എന്നെ പറഞ്ഞ ക്യാൻസലേഷൻ, അതായത് എനിക്ക് തന്നിരിക്കുന്ന ഏജൻസി ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള IOCയുടെ തീരുമാനം കോടതി ക്വാഷ് ചെയ്ത് എനിക്ക് അനുകൂലമായ ജഡ്ജ്മെന്റ് വന്നു. രാഷ്ട്രീയത്തിൽ ബന്ധങ്ങൾക്കല്ല വ്യക്തികളുടെ നിലപാടുകൾക്കാണ് പ്രാധാന്യമെന്ന് ഷാജി കൂട്ടിച്ചേർക്കുന്നു. കെ.വി. തോമസ് CPM-ലേക്ക് പോയി, ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നു. അതുകൊണ്ട് ആരുടെ അനുജൻ, മകൻ, മകൾ എന്നതൊന്നും രാഷ്ട്രീയത്തിൽ വിഷയമല്ല എന്നാണ് ഷാജിയുടെ വാക്കുകൾ. ഏതായാലും ബി.ജെ.പി. അദാലത്തിൽ നൽകിയ ഷാജിയുടെ പരാതി എങ്ങനെ പരിഗണിക്കപ്പെടും എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും.